ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ സ്റ്റിക്ക് കബാബിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഇത് ഫേവറേറ്റ് ആയിട്ടാവും കേട്ടോ. ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലോ വളരെ സിമ്പിളാണ്, എളുപ്പമാണ്. കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്റ്റാർട്ടറായിട്ടോ ഒരു സ്നാക്കായിട്ടോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യും. ആദ്യം നമ്മളിതുപോലെ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് നീളത്തിൽ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ മാറ്റിയിട്ട് ആ നല്ല പീസ് മാത്രം ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു കുഞ്ഞ് കല്ലുണ്ടാവുമല്ലോ, ആ കല്ലുകൊണ്ട് പതുക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്ലാറ്റ് ആവുകയും ചെയ്യും. നമ്മളിനി മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു മാരിനേറ്റഡ് മസാല പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് പുളിയുള്ള തൈര് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെ ഒരു സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറിയൊരു ക്രഷ്ഡായിട്ടുള്ള ചതച്ചെടുത്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടീസ്പൂണോളം മുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാപ്രിക്ക പൗഡറാണ്. ഇതുപോലെ ഒരു സ്പൂൺ നിറയെ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. പാപ്രിക്ക പൗഡർ എന്ന് പറയുന്നത് ഒരു തരം മുളക് പൊടിയാണ്, പക്ഷേ അതിനൊരു ഫ്ലേവർ ഉണ്ട്. സാധാരണ നമ്മുടെ എരിവും കുറവാണ്. അപ്പോൾ ഇത് ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പാപ്രിക്ക പൗഡർ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഒരു ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് വിനെഗറാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പോൾ ഇവിടെ അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിച്ചത് കൊണ്ടാണ് വിനെഗർ ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ പിന്നെ വിനെഗർ ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതെല്ലാം നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമ്മുടെ മസാല, മാരിനേറ്റഡ് മസാല ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ തയ്യാറായ മസാലയിൽ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ആ മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഓരോ പീസും നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് പുരട്ടിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാ പീസും ആ ഒരു മാരിനേഷൻ ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമ്മൾ വെക്കണം. നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് നേരമൊക്കെ നമ്മൾ ഓവർനൈറ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് മസാല പിടിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഇപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ, മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ബാമ്പു സ്ക്രൂവേഴ്സ് എടുക്കുക. ഇത്തിരി കട്ടിയുള്ള ബാമ്പു സ്ക്രൂവേഴ്സ് തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുക. അതായത് അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, താഴത്തെ ആ ഒരു എഡ്ജിൻ്റെ അവിടെ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വിട്ടുപോകും. എന്നിട്ടേ ഇതുപോലെ നമ്മൾ ഒരു ബാമ്പു സ്ക്രൂവർമ്മ നമ്മുടെ ആ ഒരു പീസ് ഇതുപോലെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാതും നമുക്കിതുപോലെയൊക്കെ തന്നെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഓരോ പീസും നമുക്ക് സ്ക്രൂവർമ്മ ഇതുപോലെ നമുക്ക് കയറ്റി ഇതാക്കി വെച്ചിട്ട് എടുക്കാം. ചിക്കൻ സ്റ്റിക്സ് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനോ ഗ്രിൽ പാനോ അല്ലെങ്കിൽ തവയോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യുക. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പാൻ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് സ്പ്രെഡാക്കുക എല്ലായിടത്തേക്കും. അതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു സ്ട്രിപ്പ് പീസസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇതുപോലെ നിരത്തി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഈ സമയത്ത് ചൂട്. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമ്മൾ ഒരു സൈഡ്, നമ്മളെ താഴത്തെ സൈഡൊന്ന് ഹാഫ് കുക്കായാൽ മതി. ഹാഫ് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കബാബിൻ്റെ പീസസ് നമുക്ക് മറിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്യുക. നമ്മൾ ഫുള്ളി കുക്ക്ഡായിട്ടല്ല മറിച്ച് വെക്കണത്, ഹാഫ് കുക്കായി കഴിഞ്ഞാൽ മറിച്ച് വെക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കബാബ്സിൻ്റെ ആ ഒരു ജ്യൂസിനെസ് ഉണ്ടല്ലോ അത് പോവും, അത് വല്ലാതെ ഡ്രൈ ആയി പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി
രണ്ട് സൈഡും ഒന്ന് കുക്ക്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കൂട്ടിയിടാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും വെച്ചിട്ട് നമുക്ക് നമ്മുടെ കബാബ്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കബാബ്സൊക്കെ ഗ്രില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നന്നായിട്ട് ഗ്രിൽഡായിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫേവറേറ്റോ. ഇതിൻ്റെ ആ ഒരു മാരിനേറ്റഡ് മസാലയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലേവർ ആ ഒരു മാരിനേറ്റഡ് മസാലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കബാബിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് പാനിൽ എന്നെ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.